ഇന്ന് രാത്രിയിലെ ഒരു ചിന്തയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21 മുതൽ 28 വരെയുള്ള വേദഭാഗത്ത് യേശു കർത്താവ് ജനങ്ങളോടുള്ള പതിവ് സമീപനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. സുറഫോയിനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീ വന്ന് തന്റെ മകളെ രക്ഷിക്കുവാൻ യേശു കർത്താവിനോട് അപേക്ഷിക്കുന്ന ആ സന്ദർഭം നമുക്കൊക്കെ അറിയാവുന്ന സന്ദർഭമാണത്. എന്നാൽ യേശു ക്രിസ്തു ആദ്യം അതിനെ ഗൗനിക്കാതിരുന്നതും പിന്നീട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവസാനം അവളുടെ മകളെ സൗഖ്യമാക്കുകയും ഒപ്പം അവളുടെ വിശ്വാസത്തെയും ശ്ലാഘിക്കുകയും ചെയ്യുന്ന ആ സംഭവകത നമുക്കറിയാം. അതിൽ ചില ചിന്തകൾ അതിനോട് ചേർത്ത് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് താൻ എപ്പോഴും ആയിരുന്ന യഹൂദ ഗലീല പ്രദേശത്ത് നിന്നും സോർ സീദോൻ എന്നീ വിജാതീയ പ്രദേശങ്ങളിൽ ആദ്യമായി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. ഈ സുവിശേഷ പുസ്തകം, അതായത് മത്തായിയുടെ സുവിശേഷ പുസ്തകം എഴുതുന്നത് പ്രധാനമായും യഹൂദന്മാരായ വായനക്കാരെ ഉദ്ദേശിച്ചാണെന്ന് നമുക്കറിയാം. നമ്മളതൊക്കെ പല പ്രാവശ്യം കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. യഹൂദന്മാർ കാത്തിരുന്ന മിശിഹ യേശു ക്രിസ്തു ആണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് എഴുതിയതെന്ന് മിക്ക ബൈബിൾ പഠിതാക്കളും കരുതുന്നുണ്ട്. നമ്മളും അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. യെരുശലേമിൽ എത്തിയ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാരുടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യം അതിന് അടിവരയിടുന്നു എന്ന് നമുക്കറിയാം. അതേ പശ്ചാത്തലത്തിൽ തന്നെ ആ സുവിശേഷം മുന്നോട്ട് പോകുമ്പോൾ തന്നെ വിജാതീയരായ ചിലരോട് യേശു കർത്താവ് കരുണ കാണിക്കുന്നതും മത്തായി മനോഹരമായി തന്നെ വർണ്ണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിവരിക്കുന്നുണ്ട്. അതിന് കാരണം യേശുക്രിസ്തു യഹൂദ മിശിഹ മാത്രമല്ല, ലോകരക്ഷകരും കൂടിയാണെന്ന് ആളുകൾ മനസ്സിലാക്കണമെന്ന് മത്തായി അതിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണമായി മത്തായി 8:5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ റോമാ സൈന്യത്തിലെ ഒരു ശതാധിപന്റെ, അതും വിജാതീയനായ ഒരു വ്യക്തിയായിരുന്നു, ഒരു ശതാധിപന്റെ ബാലികാരനെ സൗഖ്യമാക്കിയതും മത്തായി വിവരിക്കുന്നുണ്ട്. അവിടെ യേശു കർത്താവ് ശതാധിപനുമായി നടത്തിയ ആ സംഭാഷണം വളരെ ഊഷ്മളമായിരുന്നു. പ്രയാസങ്ങളൊന്നുമില്ലാതെ വളരെ ബഹുമാനത്തോടുകൂടി ആ ശതാധിപന്റെ മകനെ സൗഖ്യമാക്കി നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ സോർ സിദോൻ പ്രദേശത്ത് താമസിച്ചിരുന്ന ഈ കനാന്യ സ്ത്രീയുടെ അപേക്ഷയോടുള്ള കർത്താവിന്റെ വ്യത്യസ്തമായ പ്രതികരണം വളരെ ആശ്ചര്യമുണ്ടാക്കുന്നതായിരുന്നു. കാരണം നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അയ്യേ തോന്നുന്ന, അല്ലെങ്കിൽ അല്പം വിഷമം തോന്നുന്ന ചില പദങ്ങളും ചില പ്രസ്താവനകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. താൻ വളരെയധികം സ്നേഹിക്കുന്ന ഭൂതബാധിതയായ തന്റെ മകളെ സൗഖ്യമാക്കുവാൻ യേശു കർത്താവിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് അവൾ അപേക്ഷിക്കുന്നതാണല്ലോ അവിടെ ആ സന്ദർഭം കാണുന്നത്. അവൾ തന്റെ അഭ്യർത്ഥന നിരന്തരം അറിയിക്കുന്നു, പുറകേ നടന്നറിയിക്കുന്നു. എന്നാൽ യേശു ഒരു വാക്കുപോലും ഉത്തരം നൽകിയില്ലെന്ന് അതിന്റെ 23-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം അങ്ങനെ പുറകെ നടക്കുന്നത് കാണുമ്പോൾ, എന്നാൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കർത്താവിനെ പിന്തുടർന്ന് കർത്താവിനോട് നിലവിളിക്കുന്നത് കാണുന്ന ശിഷ്യന്മാർ അത് കണ്ട് അസ്വസ്ഥരാകുന്ന തരത്തിൽ അസ്വസ്ഥരായിട്ട് അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവരെ അസ്വസ്ഥരാക്കുന്ന നിലയിൽ അവൾ നിലവിളിക്കുന്ന, അല്ലെങ്കിൽ തന്റെ അപേക്ഷ തുടരുമ്പോൾ പിന്നീട് ശിഷ്യന്മാർ കർത്താവിനോട് പറയുമ്പോൾ തുടർന്ന് കർത്താവ് അവൾക്കൊരു ഉത്തരം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 15-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന്റെ ഈ മറുപടി കേട്ടിട്ടും പിന്മാറാതെ വീണ്ടും യേശു കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു കർത്താവ് അവിടെ പറഞ്ഞ മറുപടിയാണ് കേൾവിക്കാരെ വല്ലാതെ അമ്പരിപ്പിക്കുന്നതും പ്രയാസപ്പെടുന്നതും. അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇങ്ങനെ പറയുന്നു: അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവിനെ കുറിച്ച് വിശ്വാസത്തിൽ വന്നവരല്ലാതെ തന്നെ ലോകത്തിന്റെ മുമ്പിൽ തന്നെ കാണുമ്പോൾ സൗമ്യനും സ്നേഹനിധിയുമായ യേശു കർത്താവ് അവളെ ഒരു നായയോട് സാദൃശ്യപ്പെടുത്തി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്പം പ്രയാസമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് പല വ്യാഖ്യാതാക്കളും പറയുന്നത് തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന കാട്ടുനായ്ക്കളെ അല്ല, കുട്ടികൾ വളർത്തുമൃഗങ്ങളായി വളർത്തുന്ന നായ്ക്കളെയാണ് പരാമർശിക്കുന്നതെന്ന് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നുള്ള വാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടാതെ ആ കാലത്ത് യഹൂദന്മാർ മറ്റുള്ള ജാതികളെ നായ്ക്കളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുമായിരുന്നു എന്നുള്ളൊരു ചരിത്രം കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് പറയാൻ ഉണ്ട്. അന്നേരം ഇവിടെ കർത്താവ് പറയുമ്പോൾ അത്രയും മോശമായോ പരുഷമായോ അല്ല യേശു കർത്താവ് പറയുന്നത്. എന്നിരുന്നാലും വായിക്കുന്ന എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ആ വാചകം. എന്നാൽ ആ വേദഭാഗം മുഴുവൻ വായിക്കുമ്പോൾ അത് നേരിട്ട് കേട്ട്, അല്ലെങ്കിൽ നേരിട്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചാണ് ഈ സംഭാഷണമൊക്കെ നടക്കുന്നത്. ശിഷ്യന്മാർക്ക് അത് വലിയ പ്രയാസമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല, അവരെ അത്ര അമ്പരിപ്പിക്കുന്നതോ അവർക്ക് അത്ര വേദനയായിട്ടൊന്നും തോന്നുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം കർത്താവിന്റെ മറുപടിയിലുള്ള സൗമ്യതയും ഒപ്പം ശിഷ്യന്മാരുടെ യഹൂദ പശ്ചാത്തലവും കൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കണം ആ നിലയിൽ അവരുടെ പെരുമാറ്റം അങ്ങനെയായി പോകുന്നത്. ഈ വേദഭാഗത്തു നിന്നും യേശു ആ സ്ത്രീയെ പരീക്ഷിക്കുകയോ അവളുടെ വിശ്വാസം ശക്തിപ്പെടുവാൻ ശ്രമിക്കുകയോ ചെയ്യുകയായിരുന്നു
എന്നുള്ള വ്യാഖ്യാനങ്ങളും എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഇവിടെ യേശു കർത്താവ് ആദ്യം ഒന്നും പറയുന്നില്ല. പിന്നെ താൻ ആദ്യം ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടു എന്ന് മാത്രമാണ് ആ സ്ത്രീയോട് പറയുന്നത്. അതിനൊക്കെ ഏറ്റവും അവസാനം നായ്ക്കളെ കുറിച്ചുള്ള ആ പരാമർശവും അവിടെ പറയുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ആ കാലത്ത് സമീപ പ്രദേശങ്ങളിലെ ഏതൊരു വിജാതീയനും യഹൂദന്മാർ തങ്ങളെക്കുറിച്ച് തങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നത് നായ്ക്കൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ തങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് അവർക്കും അറിയാമായിരുന്നു. അതായത് യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ അവർ നായ്ക്കളാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ പദം അല്ലെങ്കിൽ കർത്താവിനോടുള്ള മറുപടി ആ നിലയിലായിത്തീരുന്നത്. എന്നാൽ ഇവിടെ ആ പദം ഉപയോഗിച്ചത് ആ അർത്ഥത്തിലല്ല എന്ന് ആ മുഴുവൻ സംഭവം അല്ലെങ്കിൽ ആ മുഴുവൻ അധ്യായവും വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും അവസാനം അവളുടെ വിശ്വാസത്തെ ശ്ലാഘിക്കുകയും ചെയ്യുന്നതിലൂടെ, അതിനൊപ്പം തന്നെ അവളുടെ മകളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ അവളെ കർത്താവ് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ആ നായ എന്ന രീതിയിലല്ല അവിടെ കർത്താവ് അവളോട് ഇടപെടുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് തന്നെ അയച്ചതെന്ന് പറയുന്നതിലൂടെ യഹൂദ ജാതിക്ക് പുറത്തുള്ള ജനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള സമയമായില്ല എന്ന് കർത്താവ് ആദ്യം അറിയിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ യേശു കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത അതിനുശേഷം അവർ 12 പേരെയും മാറ്റി നിർത്തിയതിനു ശേഷം അവരോട് കൽപ്പിക്കുന്നത് അത് തന്നെയായിരുന്നു. അതിന് 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരോടുള്ള ആദ്യത്തെ കൽപ്പന അത് തന്നെയായിരുന്നു. യേശു ചെയ്തത് അടിസ്ഥാനപരമായി അത് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇതേ സംഭവം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നുണ്ട്. ആ ഭാഗം നോക്കുമ്പോൾ അവിടെ 7-ാം അധ്യായത്തിന്റെ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. യേശു അവളോട് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, അവിടെ പറയുന്നത് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതൊരു ആദ്യം എന്നുള്ളൊരു പദമുണ്ട്. ആദ്യം അതൊന്ന് തീർക്കട്ടെ. മക്കളുടെ മപ്പം എടുത്ത് ചെറു നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. ഇവിടെ കുറെ കൂടെ ലൈറ്റ് ആയിട്ട് പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് തൃപ്തി വരട്ടെ എന്നുള്ള ഭാഗം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. അവിടെ പറയുമ്പോൾ ആദ്യമുള്ളൊരു ശുശ്രൂഷ പൂർത്തീകരിച്ചില്ല എന്നുള്ളതാണ് കർത്താവ് അവിടെ കാണാൻ കഴിയുന്നത്. യേശു തന്റെ ശുശ്രൂഷയിൽ പ്രകടമാക്കിയതും ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ഈ അവസരത്തിൽ വ്യക്തമാക്കിയതും ഒന്നാമതായി ഇസ്രായേലിൽ തനിക്കൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതാണ് ആ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. യേശു കർത്താവ് ശമര്യയിലെ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പാദം ഇങ്ങനെയാണ്: രക്ഷ യഹൂദന്മാരിൽ നിന്നാകുന്നു. ആ പ്രസ്താവന അതിനെ കൂടുതൽ വ്യക്തമാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ പഴയ നിയമ പുതിയ നിയമ ആ വേദപുസ്തകത്തിന്റെ ആ ഓർഡറും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം ഉടമ്പടി യഹൂദന്മാരോടായിരുന്നു എന്ന് നമുക്കറിയാം. കൂടാതെ തിരുവെഴുത്തുകൾ യഹൂദന്മാരുടെ കയ്യിലാണ് നൽകപ്പെട്ടത് എന്നറിയാം. അതുപോലെ തന്നെ മശിഹ വന്നതും യഹൂദന്മാരിൽ നിന്നായിരുന്നു എന്നുള്ളതറിയാം. അതുകൊണ്ട് ഇസ്രായേലിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു ശുശ്രൂഷ നിവർത്തിക്കുക എന്നുള്ളത് അത് ഉചിതമായിരുന്നു. അതിനുശേഷം മാത്രമേ സുവിശേഷം മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു കർത്താവ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചില വാദങ്ങളും കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് ഈ നിലയിലൊക്കെ വേദശാസ്ത്ര പഠിതാക്കൾ പറയുന്നത് പോലെ നമുക്ക് വാദിക്കുകയും കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ യേശു കർത്താവിന്റെ ഈ സന്ദർഭത്തിലെ ഈ പ്രസ്താവന വേറെ ചില ആത്മീയ സത്യങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട്. വേറെ കുറെ കാര്യങ്ങൾ കൂടെ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അതായത് ഈ പ്രസ്താവനയിലൂടെ മറ്റൊരു കാര്യം തന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന സമൂഹത്തെ യേശു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 15-ന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ശുദ്ധവും അശുദ്ധവും എന്തെന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് എന്നതിനെ കുറിച്ച് വളരെ ആഴത്തിൽ വിശദീകരിക്കുന്ന ഒരു ചർച്ച തന്നെ നമ്മളോട് കാണാൻ കഴിയുന്നുണ്ട്. ആചാരപരമായ ശുദ്ധീകരണത്തെ കുറിച്ച് പരീക്ഷന്മാരും ശാസ്ത്രിമാരും വളരെ ശ്രദ്ധാലുക്കളായിരുന്നു നമുക്കറിയാം. നമുക്ക് അവരുടെ ജീവിത രീതി അത് തന്നെയായിരുന്നു. അവരുടെ പരീക്ഷന്മാർ എന്ന് പറയുമ്പോൾ വളരെ ആ നിലയിൽ അവർ കുറെ എന്തൊക്കെ ആചാരങ്ങൾ ചെയ്യുന്നു, ആ ആചാരം ചെയ്യാത്തവരെയൊക്കെ ചോദ്യം ചെയ്യുന്ന നിലയിലായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് പല സന്ദർഭങ്ങളിൽ കേൾക്കുകയും നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ ശിഷ്യന്മാർ അത് പിന്തുടരുന്നില്ല എന്ന പരാതിയുമായി പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നുവെന്ന് ആ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കേവലം ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ആചാരപരമായ ശുചിത്വം നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കരങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ കഴുകുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ പഴയ നിയമത്തിലുണ്ട്. എന്നാൽ യഹൂദ പ്രമാണിമാരുടെ പാരമ്പര്യങ്ങൾ അതിനപ്പുറം ഒരുപാട് മുന്നോട്ട് പോയി. അവർ ആ പറഞ്ഞിരിക്കുന്ന ചില ആചാരപരം അല്ലെങ്കിൽ ശുചിത്വം നിലനിർത്തുന്നതിനും അങ്ങനെയുള്ളതിനൊക്കെ അത് മതത്തിനോട് ചേർത്ത് അവർ വേറെ രീതിയിലൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ പഠിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതേസമയം തിരുവെഴുത്തുകളിലെ
ഒരിക്കലിന് അപ്പുറമുള്ള പാരമ്പര്യങ്ങളെ ഒന്നിനെയും പിന്തുടരുവാൻ യേശു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടിരുന്നില്ല. യേശു അവിടെ ഒന്നും, അല്ലെങ്കിൽ അതിന്റെ ആത്മീയ അർത്ഥങ്ങളിലേക്ക് തന്നെയായിരുന്നു കർത്താവ് അവരെ നയിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് കർത്താവിന്റെ പഠിപ്പീരുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാർ അശുദ്ധമായ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനാൽ അവർ അശുദ്ധരാണെന്ന് അവിടെ വന്ന മത നേതാക്കന്മാർ യേശുവിനോട് പറഞ്ഞു. എന്നാൽ തുടർന്നുള്ള വാക്യങ്ങളിൽ വാസ്തവത്തിൽ ഈ പറയുന്ന, അല്ലെങ്കിൽ ഈ പരാതി പറയുന്ന മത നേതാക്കന്മാരാണ് അശുദ്ധരെന്നുള്ളത് കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ്. പരീശന്മാരും ശാസ്ത്രിമാരും ദൈവിക കൽപ്പന പ്രകാരമുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുകയല്ല, അതിന് പകരമായിട്ട് അവർ അവരുടെ സമ്പ്രദായങ്ങൾ കൊണ്ട് ദൈവിക കൽപ്പനകളെ ലംഘിക്കുകയാണെന്നാണ് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത്. ആചാരങ്ങളെ കൊണ്ട് ദൈവിക കൽപ്പനകൾ ലംഘിക്കുന്നു എന്നുള്ള ആ കാര്യങ്ങളെ കർത്താവ് അതിനെ വിശദമാക്കുന്നുണ്ട്. അവിടെ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ കർത്താവ് അവിടെ തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ വഴിപാട് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ അപമാനിക്കുന്നതിനെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു പഴയ നിയമ ഉദ്ധരണിയും അവിടെ പറയുന്നത് കാണാൻ. 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും ഹൃദയം കൊണ്ട്, അല്ലെങ്കിൽ എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു എന്നാണ് ആ വാക്യം പറയുന്നത്. ശുദ്ധവും അശുദ്ധവുമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഈ ചർച്ചയിലൂടെ യേശു കർത്താവ് വ്യക്തമാക്കുന്നത്, പരീശന്മാർ കരുതുന്നതും ആചരിക്കുന്നതും പോലെ അവർ മലിനമാകുന്നത് വസ്തുക്കളെ സ്പർശിക്കുന്നതിലൂടെയോ ഭക്ഷിക്കുന്നതിലൂടെയോ അല്ല എന്നുള്ളതാണ് തുടർന്ന് കർത്താവ് പറയുന്നത്. മനുഷ്യനെ മലിനമാക്കുന്നത് അവരുടെ തന്നെ ഹൃദയമാണ്. കാരണം ഒരു പുരുഷനെയോ സ്ത്രീയെയോ മലിനമാക്കുന്നത് അവരിൽ നിന്ന് പുറത്തു വരുന്ന കാര്യമാണ്, അല്ലാതെ അകത്തു പോകുന്നതല്ല എന്ന് കർത്താവ് ആ തിരുവചന ഭാഗത്ത് നിന്ന് വ്യക്തമാക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ അവിടെ വിശദീകരിക്കുന്നുണ്ട്, ശിഷ്യന്മാരോട് അതിനെ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇനി അവിടെയുള്ള യഹൂദ റബ്ബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് ഒരു യഹൂദ മതവിശ്വാസി എല്ലാറ്റിനും ഉപരിയായി അല്ലെങ്കിൽ അവരെ മലിനമാക്കുന്നു എന്ന് കരുതുന്നത് വിജാതീയമായിട്ടുള്ള ഒരു സമ്പർക്കമാണെന്ന് അവർ കരുതിയിരുന്നു. അതായത് ഏതെങ്കിലും വസ്തുവിനേക്കാൾ ഒക്കെ കൂടുതൽ ഏതെങ്കിലും വിജാതീയനായ ഒരു വ്യക്തിയെ സ്പർശിക്കുകയോ അവരുടെ അടുക്കിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവരെ ഏറ്റവും കൂടുതൽ അശുദ്ധമാക്കുന്നത് അല്ലെങ്കിൽ മലിനമാക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി അവരെല്ലാം പിടിച്ചു കൊണ്ടുവന്നു. അവരുടെ പുരോഹിതന്മാർ കർത്താവിനെ ന്യായവിചാരണ ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുവേണ്ടി കർത്താവിനെ കുറ്റം വിധിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിന് ഒരു മരണശിക്ഷ മേടിച്ചു കൊടുക്കുവാൻ വേണ്ടി അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നത് നമുക്ക് ആ വേദഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ടും അവർ പിലാത്തോസിന്റെ കോടതിക്കുള്ളിലേക്ക്, അല്ലെങ്കിൽ പിലാത്തോസ് ഇരിക്കുന്ന അതിന്റെ ഉള്ളിലേക്ക് അവർ അവിടെ ചെന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കാരണം ആ പെസഹായിൽ അവർ തങ്ങളെ തന്നെ അശുദ്ധരായി കഴിഞ്ഞാൽ അന്ന് തുടർന്നുള്ള ആ പെസഹായൽക്കാർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അവർ പുറത്താണ് നിന്നിരുന്നത്. പിലാത്തോസ് അതിനുശേഷം യേശുവിനെ അവിടെ വിസ്തരിച്ച ശേഷം പുറത്തു വന്നിട്ടാണ് അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ യഹൂദ നേതാക്കൾ മറ്റ് ജാതികളിലെ ആൾക്കാരെ അശുദ്ധരായി കണക്കാക്കിയിരുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് യേശു ഒരു കനാന്യ സ്ത്രീയോട് സംസാരിക്കുന്ന ചിത്രം മത്തായി ഇവിടെ വിവരിക്കുന്നത്. 15-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പരീശന്മാരെ കുറിച്ച് യേശു പറയുന്നത് അവരാണ് യഥാർത്ഥത്തിൽ അശുദ്ധന്മാർ എന്നാണ്. അതാണ് നമുക്ക് അതിന്റെ ആദ്യം മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം കനാന്യ സ്ത്രീയോട് സംസാരിക്കുന്ന കർത്താവിനെ കാണുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ചിന്താഗതി ഇതായിരിക്കാം. നമ്മൾ ആ ഒരു അധ്യായം മാത്രം വായിക്കുമ്പോൾ പെട്ടെന്ന് എപ്പോഴും നമുക്കറിയാം, നാണയത്തിന് ഇരുവശമുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആദ്യം അശുദ്ധരായ പരീശന്മാരെയൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു നിമിഷത്തിൽ കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി നേരെ സീദോൻ ദേശത്തേക്ക് കടന്നുപോയി അവിടെ ഒരു കനാന്യ സ്ത്രീയോട് സംസാരിച്ച് അവളുടെ മകളെ സൗഖ്യമാക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്താഗതി ഇപ്രകാരമായിരിക്കും: പരീശന്മാർ അവരെന്തൊരു കപട്യമുള്ളവരാണ്, അല്ലെങ്കിൽ അവർ അശുദ്ധരാണ്. അങ്ങനെ അവർ അശുദ്ധരാണെങ്കിൽ ഈ വിജാതീയ സ്ത്രീ ശുദ്ധിയുള്ളവൾ എന്നായിരിക്കും നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത്. അവിടെ ആ നായ്ക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു പദത്തെ മാറ്റി, അല്ലെങ്കിൽ ആ ഒരു വാക്യത്തെ മാറ്റി നിർത്തിയാൽ നമ്മുടെയൊക്കെ മുന്നിൽ വരുന്ന ഇമേജ് അങ്ങനെയായിരിക്കും. പരീശന്മാരും അല്ലെങ്കിൽ മത നേതാക്കന്മാർ, ശാസ്ത്രിമാർ അവരെല്ലാം അശുദ്ധരാണ്. എന്നാൽ അവരിൽ നിന്നൊക്കെ വിട്ട് ദൂരെയുള്ള ഒരു കനാന്യ സ്ത്രീ, അല്ലെങ്കിൽ വേറൊരു ദേശത്തുള്ള ഒരു ശുദ്ധയായ സ്ത്രീയുടെ അടുത്ത് പോയി അവളുടെ മകളെ സൗഖ്യമാക്കി എന്നുള്ള ഒരു പിക്ചർ ആയിരിക്കും നേരെ അത് കൊടുക്കുകയാണെങ്കിൽ അവിടെ അത് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും അത് നൽകുന്നത്. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ നിഗമനങ്ങളിൽ എത്തുന്നത്. അതായത് ഒരു വശം തെറ്റാണെങ്കിൽ അതിന്റെ മറുവശം ശരിയായിരിക്കണം എന്നുള്ള ചിന്തകൾ. അതിന് ചില ഉദാഹരണങ്ങളുണ്ട്, നമ്മൾ വേദപുസ്തകത്തിൽ തന്നെയൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ സമ്പന്നർ ദൈവരാജ്യം ആക്കിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് പോകുന്നത് ധനികരൊക്കെ അഴിമതിക്കാരാണെങ്കിൽ ശുദ്ധരായവർ ദരിദ്രരായിരിക്കണം, അല്ലെങ്കിൽ ദരിദ്രരായിരിക്കും അവർ സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ പെട്ടെന്നാണ് അങ്ങനെയുള്ള
അങ്ങനെയുള്ള ആ നിഗമനങ്ങളിലേക്ക് പോകുന്നത്. മറ്റൊന്ന് പറയുന്നത് വിദ്യാസമ്പന്നർ അല്ലെങ്കിൽ ജ്ഞാനമുള്ളവർ ദൈവത്തെക്കുറിച്ച് അറിയില്ലാത്തവരാണെങ്കിൽ ദൈവത്തെ അറിയേണ്ടുന്ന ആൾക്കാരെല്ലാം വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ ഒരു അറിവില്ലാത്തവരായിരിക്കും ദൈവത്തെ അറിയുക. അങ്ങനെയുള്ള രീതിയിലൊക്കെ നാം അതിന്റെ മറുവശത്തെ അതിന്റെ അങ്ങേ എക്സ്ട്രീമിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ അതെല്ലായ്പ്പോഴും അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പരീക്ഷന്മാർ അശുദ്ധരാണെന്ന് യേശു പറഞ്ഞപ്പോൾ പിന്നീട് ആ വിജാതീയ പ്രദേശത്ത് പോയി ഒരു വിജാതീയ സ്ത്രീയുമായി സംസാരിച്ചു. അതിനാൽ അവൾ ശുദ്ധയാണെന്ന് അവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് പറയുന്നില്ല. മറിച്ച് അവൻ ആദ്യം തെളിയിക്കേണ്ടിരുന്നത് അവളും അശുദ്ധയായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. യഹൂദന്മാരും ജാതികളും ഒരുപോലെ അശുദ്ധയായിരിക്കുന്നതിന് കാരണം ഒരു വ്യക്തിയുടെ അകത്തേക്ക് പോകുന്നതല്ല, മറിച്ച് പുറത്തു വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നതും അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ വെളിപ്പെടുത്തുന്നതുമെന്ന ആ പരിശുദ്ധാത്മാവ് അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാക്കുന്നുണ്ട്. യഹൂദനായാലും ജാതിയായാലും ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് യിരെമ്യാവ് പറയുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയം അത്യന്തം ദുഷ്ടമാണ് എന്നുള്ള കാര്യം ആണ് ഈ അധ്യായങ്ങളിൽ നിന്ന് അതിനെ ചുറ്റിപ്പറ്റിയുള്ള സന്ദേശമാണ് ഈ 15-ാം അധ്യായത്തിൽ നിന്ന് മുഴുവനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഈ സ്ത്രീയും അശുദ്ധയാണെന്ന് തെളിയിക്കുക എന്നത് തന്നെയായിരുന്നു. തീർച്ചയായും നമ്മളെല്ലാവരും അശുദ്ധരായിരുന്നത് പോലെ ആ സ്ത്രീയും അശുദ്ധയാണ്. എന്നാൽ അവളുടെ കാര്യത്തിൽ വ്യത്യസ്തമായി സംഭവിച്ചത്, അല്ലെങ്കിൽ അവൾ ലോകത്തിൽ അനേകരുണ്ട്, അനേകർ കർത്താവിന്റെ അടുക്കൽ വന്നു പോകുമ്പോൾ ഈ കനാന്യ സ്ത്രീയുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിച്ചു. അത് അവൾ യേശുവിന്റെ അടുക്കൽ വന്നു എന്നുള്ളതാണ്. യേശുവിന്റെ അടുക്കൽ വന്നു എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ആഴമുണ്ട്, കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു നിലയിലാണ് വരവ്. അശുദ്ധിയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും വാദിക്കുന്ന പരീക്ഷന്മാർ അങ്ങനെ ചെയ്തില്ല. അവർ സ്വന്തം നീതിബോധത്തെ അവലംബിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ വരാതിരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തു ശിഷ്യന്മാരെ അശുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുവെന്ന് പരീക്ഷന്മാർ ആരോപിക്കുകയും തങ്ങൾ ശുദ്ധിയുള്ളവരുമാണെന്നാണ് അവർ കരുതിയിരുന്നത്. അവർ കർത്താവിനെ വന്ന് കാണുമായിരുന്നു. പക്ഷേ ഈ കനാന്യ സ്ത്രീ വന്നതുപോലെ ഹൃദയം കൊണ്ട് കർത്താവിന്റെ സാമീപ്യത്തിലേക്ക് സമർപ്പണത്തോടെ അവർ വന്നിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ അവർ അല്ലെങ്കിൽ ആ നിലയിൽ അവർ യേശുവിന്റെ അടുക്കൽ വന്നിരുന്നില്ല. എന്നാൽ ഈ സ്ത്രീ കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ഞാൻ അശുദ്ധയാണ്, നിങ്ങൾ എന്നെ ഒരു നായ എന്ന് വിളിക്കുന്നു, ശരി ഞാനൊരു നായയാണ്, പക്ഷേ എനിക്കൊരു യഥാർത്ഥ ആവശ്യമുണ്ട്. എന്റെ ആവശ്യത്തിൽ എന്നെ സഹായിക്കാനും എന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും കഴിയുന്നതിന്റെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ ഈ പദങ്ങളിൽ ഈ പറയുന്ന പോലെ അവളുടെ ആത്മീക ആവശ്യങ്ങളെ കുറിച്ചൊന്നും അവിടെ കാണിക്കുന്നില്ല. പക്ഷെ അതൊക്കെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യഹൂദ ചരിത്രത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഈ കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്ന് ആദ്യമായി സംബോധന ചെയ്യുന്നത്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നായിരുന്നു. ആ സംബോധന വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ദാവീദ് പുത്രൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മിശിഹായിക സ്ഥാനപ്പേരാണ്. കർത്താവിന്റെ മശിഹ എന്ന രീതിയിൽ അത് ആ സ്ഥാനം, ദാവീദിന്റെ പുത്രൻ എന്ന നിലയിലാണ് ആ മശിഹയ സ്ഥാനപ്പേരാണ് ആ ദാവീദ് പുത്രൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാർക്ക് അവർക്ക് വരാനിരിക്കുന്ന മശിഹ ബേത്ലഹേമിൽ നിന്നായിരിക്കും. ഈ നസറേത്തുകാരൻ എങ്ങനെ ദാവീദ് പുത്രനാകുമെന്ന സംശയം ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ അവന് ചുറ്റുമുള്ള മതപുരോഹിതന്മാർ മറ്റുള്ള ആൾക്കാരൊക്കെ അങ്ങനെ സംശയം കർത്താവിനെ കുറിച്ച് ഉയർത്തുമ്പോൾ, വിജാതിയായ ഈ കനാന്യ സ്ത്രീ യേശുവിനെ കർത്താവും മശിഹയായും അവൾ മനസ്സിലാക്കിയിരുന്നു. അവൾ ആ നിലയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവിന് അടുക്കൽ വന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. അവളുടെ നിലവിളി കേട്ട് ശിഷ്യന്മാർ യേശുവിനോട് അവളോട് പറഞ്ഞയക്കണമെന്ന് പറയുമ്പോഴും അവളെ മനസ്സിലാക്കിയ അവൾ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ അവൾ ആ മശിഹയുടെ ആ മഹത്വം മനസ്സിലാക്കിയ ആ ദാവീദ് പുത്രനെ പിന്തുടരുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആ കാഴ്ച ശിഷ്യന്മാർ കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് അവർ മടങ്ങി പോകാൻ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞ് കർത്താവിനോട് അപേക്ഷിക്കുന്നത്. പക്ഷെ കർത്താവും മെഷികയുമായി തന്നെ വിശ്വസിച്ച് അവൾ തന്റെ അടുക്കിലേക്ക് വരുന്നത് യേശു കണ്ടു. യേശു അത് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവളുടെ ഉള്ളത്തെ കാണുകയായിരുന്നു. അവളുടെ ആ ജീവിതത്തിൽ വരുന്ന, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ താൻ പറഞ്ഞതൊക്കെ അനുസരിക്കുന്ന അബ്രഹാമിനോട് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ യാഗമായി അർപ്പിക്കണം എന്ന് പരീക്ഷിച്ചതുപോലെ വിശ്വാസത്താൽ തന്റെ അടുത്ത് വന്ന കനാന്യ സ്ത്രീയെയും കർത്താവ് പരീക്ഷിക്കുന്നു. ആ നിലയിൽ തന്നെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്ര ആഴത്തുള്ള ഒരു പരീക്ഷ അവളുടെ ജീവിതത്തിലേക്ക് കൊടുക്കുകയാണ്. ആ നായ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നിലയിൽ ഇടിച്ചു താത്തപ്പെട്ടു, അല്ലെങ്കിൽ ഇടിച്ചു താത്തുകയല്ല ചെയ്യുന്നത്, ആ അശുദ്ധ അവസ്ഥയുണ്ടെന്ന് പറയുമ്പോൾ അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. കാരണം അവളുടെ വിശ്വാസത്തെ പിന്നീട് കർത്താവ് ശ്ലാഘിക്കുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ അബ്രഹാമിനെ പോലെ അവളും ആ പരീക്ഷയെ ജയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളും കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അവൻ നമുക്ക് വേണ്ടി ചെയ്തതും ഇനി ചെയ്യുവാൻ പോകുന്നതും ആത്മാവിൽ ഗ്രഹിച്ചുകൊണ്ട്
ഓർത്തുകൊണ്ടായിരിക്കണം നാം അവൻ്റെ അടുക്കൽ ചെല്ലുന്നത്. നമുക്ക് വേണ്ടി ചെയ്തതും ഇനി ചെയ്യുവാൻ പോകുന്നതും എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ താൽക്കാലിക ഭൗതിക നേട്ടങ്ങളല്ല. അത് നമ്മുടെ ആത്മാവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയും നമ്മുടെ നിത്യതയുമാണെന്നുള്ളത് അതിനെ ഓർത്തുകൊണ്ട്, ആ നന്മയെ, ആ ദൈവത്തിൽ നിന്ന് വെച്ചാൽ ആ വലിയ നേട്ടങ്ങളെ ഓർത്തുകൊണ്ട് നാം കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലണം. നിലനിൽക്കുന്നതും നിത്യമായതുമായ ആ വലിയ അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രിയമുള്ളവരെ നാം അവനെ സ്തുതിക്കേണ്ടത്. ഇവിടെ അബ്രഹാമിനെ പോലെ, ഈ കനാന്യ സ്ത്രീയെ പോലെ നമ്മുടെ വിശ്വാസത്തിനായി ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിധങ്ങളെ വിവേചിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇടപെടലുകൾ ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ കർത്താവ് ഇടപെട്ട് അത് നമ്മൾ പറയുന്നില്ല, അതിൻ്റെ ഒരു ഫലം ഉണ്ടാകുക, അത് ഇല്ലാതെ അങ്ങനെ പോകുന്ന അങ്ങനെയൊന്നുമില്ലാതെ അത് ദൈവത്തിന്റെ വിധങ്ങളെ വിവേചിക്കുവാൻ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഈ കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്ന് ആദ്യമായി പറയുന്നത്, കർത്താവ് ദാവീദിന്റെ പുത്ര എന്നോട് കരുണ കാണിക്കണമേ എന്നാണ് പറഞ്ഞത്. അവിടെ കരുണ കാണിക്കണേ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത ഇടത്തു നിന്നുള്ള ദയയാണ്. നമുക്ക് അതിനെയൊക്കെ അർത്ഥങ്ങൾ അറിയാം, കാരണം നമ്മൾ വചനങ്ങൾ കേൾക്കുന്നവരാണല്ലോ. അത് കുറച്ചുകൂടെ കൃത്യമായി പറയുകയാണെങ്കിൽ വിപരീതം അർഹിക്കുന്നവരോടുള്ള ദയ, അതായത് ഒരു രീതിയിലും ദയ അർഹിക്കാത്തടുത്ത് ദയ അല്ലെങ്കിൽ കരുണ, ആ ഒരു നിലയിലാണ് ആ പദത്തെ നമുക്ക് വ്യാഖ്യാനിക്കുന്നത്. അവളുടെ ഏതെങ്കിലും നല്ല കാര്യങ്ങളെ പ്രതിയുള്ള ഒരു പ്രതിഫലവുമായിരുന്നില്ല അവൾ ചോദിച്ചത്. അവൾക്ക് എന്തെങ്കിലും അങ്ങനെ കർത്താവിനോട് പറഞ്ഞിട്ട്, ഓക്കെ ഞാൻ ഇന്ന് നിന്നെ അനുഗമിച്ചിരുന്നു, ഞാൻ നിന്റെ ശിഷ്യന്മാർക്ക് വെള്ളം കൊടുത്തിരുന്നു എന്നൊന്നും പറയാനില്ലായിരുന്നു. അവൾക്ക് ഒരു രീതിയിലും അല്ലെങ്കിൽ ഒന്നിനെ പ്രതിയുള്ള അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങളെയും അവൾക്ക് ദൈവത്തിന് മുമ്പിൽ പറയാനില്ലായിരുന്നു. അവൾ പറയുന്നത്, അവൾക്ക് അപേക്ഷിക്കാൻ ഒരു കാരണമില്ല, പാപിയായ തന്നോട് യേശു മശിഹ കരുണ കാണിക്കുമെന്ന് മാത്രമായിരുന്നു അവളുടെ പ്രതീക്ഷ. ആ ഒരു ആഗ്രഹത്തോട് മാത്രമായിരുന്നു അവളോട് നിന്നത്. ഈ കനാന്യ സ്ത്രീ പോലെ നമ്മളും അങ്ങനെ തന്നെയാണ് കർത്താവിന്റെ പാദപീഠത്തിൽ വരേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളോടൊക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ടായിരിക്കുമല്ലോ. ആദാമിന്റെ അനുസരണക്കേട് നിമിത്തം സകല മനുഷ്യരും പാപികളായി ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യനാശത്തിന് അവകാശികളായി എന്നുള്ളത് നമുക്കറിയാം. പ്രിയമുള്ളവരെ, അങ്ങനെ ആ സ്ഥാനത്ത് നിന്ന് കർത്താവിന്റെ അടുക്കലേക്ക് വരേണ്ടതിന് ഇങ്ങനെ ഒരു വലിയ സമർപ്പണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. ഈ ഒരു സമർപ്പണത്തിലൂടെ മാത്രമേ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അല്ലെങ്കിൽ കർത്താവ് അറിയുന്നവരായി മാറുവാൻ നമുക്ക് കഴിയുള്ളൂ. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും ദൈവിക അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ലഭിക്കുമെങ്കിലും ഒരിക്കലും ഒരു വിധത്തിലും ദൈവം നമ്മോടൊന്നും കടപ്പെടുന്നില്ല എന്നുള്ളതും നാം അറിയണം, നാം ഓർക്കണം. ഒരു രീതിയിലും അല്ലെങ്കിൽ നമ്മളൊക്കെ അവനാർക്കും കടക്കാറില്ല എന്ന പാട്ടിനെ കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു വിധത്തിലും നമുക്ക് കർത്താവ് നമ്മളോട് കടപ്പെടുന്നില്ല എന്നുള്ളത് നാം അറിയണം. നമ്മൾ എപ്പോഴും കർത്താവിനോട് കടപ്പെട്ട് അവന്റെ കരുണയ്ക്കായി യാചിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൃപയും കരുണയും ആവശ്യമുള്ള പാപികളായിരുന്നു നമ്മൾ. അവിടെ നിന്നും വിടുവിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലണം. ഈ കനാന്യ സ്ത്രീ നമുക്ക് പഠിക്കാനുള്ളത് അവളുടെ വിശ്വാസം യേശുവിലായിരുന്നു എന്നുള്ളതാണ്. അവൾ കരുണയ്ക്കായി നിലവിളിച്ചു. കൂടാതെ അവൾ തന്റെ അപേക്ഷയിൽ സ്ഥിരോത്സാഹം, മടുത്തു പോകാതെ സ്ഥിരോത്സാഹം കാണിച്ചു എന്നുള്ളത് നമുക്ക് അവിടെ കാണുന്നു. അവിടെ അവളുടെ വിശ്വാസത്തിന്റെ പരിശോധനയെ ജയിച്ചതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശു അവളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുകയും അവളുടെ മകളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അടുത്തു പോകാതെ നമുക്കും നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുവാനിടയാകട്ടെ. എന്നിട്ട് കാര്യങ്ങളോട് പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കട്ടെ. നമ്മൾ പറഞ്ഞ ഈ പ്രദേശങ്ങൾ, ഈ സോർ സീദോൻ പ്രദേശങ്ങളെ കുറിച്ച് യേശു കർത്താവ് മുമ്പേ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കാം. കോരസീനെ, നിനക്ക് ആ കഷ്ടം, ബേത്സയിദേ നിനക്ക് ആ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. അതായത് ദൈവത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ട് മാനസാന്തരപ്പെടാൻ കൂട്ടാക്കാത്ത യഹൂദ ജനതയെ നോക്കി കർത്താവ് പറയുന്ന ആ വാചകമാണ്, വേദനയോടെ പറയുന്ന, നെടുവീർപ്പ് എന്ന പോലെ പറയുന്ന വാചകമാണിത്. സോരും സീദോനും വിഗ്രഹാരാധനയും ദുരാഗ്രഹവും നിറഞ്ഞ ജാതീയ പട്ടണങ്ങളായിരുന്നു. ദൈവം അവയുടെ മേൽ തന്റെ ന്യായവിധി അയച്ചത് പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഗലീലിൽ പട്ടണങ്ങളായിരുന്ന കൊരസീനിലും ബേത്സയിലും നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ ആഴമേറിയ ദുഃഖത്തോടുകൂടി അവർ അനുദപിക്കുമായിരുന്നു എന്നാണ് കർത്താവ് ഇവിടെ ഈ കൊരസീനിലുള്ളവരോട്, ബേത്സയിലുള്ളവരോട് പറഞ്ഞിരുന്നത്. അതിന്റെ ഒരു തെളിവെന്ന പോലെ കർത്താവ് ആ കനാന്യ സ്ത്രീയോട് കരുണ കാണിക്കുന്നു, അവളുടെ വിശ്വാസത്തെ അവിടെ ശ്ലാഘിക്കുന്നു. പ്രിയരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദൈവിക പ്രവർത്തികളെ നാം മറന്നു പോകരുത്. ഇതിനോട് ചേർന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ചിന്ത, സുവിശേഷം അറിയിക്കുന്നവർക്കുള്ള
ജീവിതത്തിനുള്ള ഒരു സാധ്യതയാണ്. അതായത് നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിയർ വാഗ്ദത്ത ദേശത്തെത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കനാന്യനെ മുഴുവൻ നശിപ്പിച്ച ശേഷമായിരുന്നു ആ ദേശം കൈവശമാക്കേണ്ടിരുന്നത്. എന്നാൽ അവരെല്ലാവരും നശിപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് പഴയ നിയമം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ കൂട്ടർ നിലനിർത്തി പല കാരണങ്ങളൊക്കെ ഉണ്ട്. അവിടെ അതിൽ ഒരു കൂട്ടത്തെ അവിടെ നിലനിർത്തുക, അല്ലെങ്കിൽ കൂട്ടം അവിടെ നിന്നു, അല്ലെങ്കിൽ അതിൽ വളർന്നു വരുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ ശാപം നിറഞ്ഞവർ, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ എന്ന് മുദ്ര ചാർത്തുമ്പോഴും കർത്താവ് ആ കനാന്യ സ്ത്രീയെ തേടി ആ ദേശത്തേക്ക്, ശപിക്കപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ നായ്ക്കൾ എന്ന് പറയുന്ന തള്ളപ്പെട്ട ആ ഒരു ദേശത്തേക്ക് ആ സ്ത്രീയെ തേടി കർത്താവ് അവിടെ എത്തി. സോർ സീദോനിലേക്കുള്ള കർത്താവിന്റെ യാത്രയുടെ ലക്ഷ്യം പരിശോധിച്ചാൽ ഒരൊറ്റ കനാന്യ സ്ത്രീയുടെ ജീവിതത്തിൽ വിടുതൽ നൽകാൻ വേണ്ടിയാണ് കർത്താവ് അവിടെ പോകുന്നത്. ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയാണ് പോകുന്നത്. ഈ സ്ത്രീക്ക് വിടുതൽ നൽകിയ ശേഷം കർത്താവ് അവിടുന്ന് മടങ്ങി വരുന്നതാണ് തുടർന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയരെ, നാം കർത്താവിനെ തേടി കണ്ടുപിടിച്ചതല്ല, കർത്താവ് നമ്മെ തേടി നമ്മുടെ അടുക്കിലേക്ക് വന്നു എന്ന് പറയുന്നത് എത്ര അർത്ഥവത്തായതാണ്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച്, സകല ജാതികളിലുമുള്ള യേശു കർത്താവിന്റെ പ്രവൃത്തികളെ കുറിച്ചും എല്ലാവരോടും സംസാരിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലും നമുക്ക് വിശ്വാസം കണ്ടെത്താനാകുമെന്നുള്ളത്. കാരണം ഒരു രീതിയിലും സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് വിശ്വാസം കണ്ടെത്തുന്ന ഒരു അനുഭവത്തെ കാണിക്കുന്നു. കർത്താവ് ഒരു വ്യക്തിക്ക് വേണ്ടി അവിടെ വരെ പോയി എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടാൽ അവനനുസരിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ദൈവഭക്തന്മാരെ അല്ലെങ്കിൽ ഏതെങ്കിലും മുഖാന്തരങ്ങളെ അയച്ച് ദൈവം അവരെ എല്ലാം വിടുവിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലും ദൈവത്തിന്റെ വിശ്വാസം കണ്ടെത്താനാകുമെന്നുള്ള ഒരു വലിയ സന്ദേശം ഇതിൽ കൂടെ നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരെ നോക്കുകയാണെങ്കിൽ, യഹൂദ മിശിഹായുടെ ഒരു യഹൂദ ശിഷ്യൻ എന്ന നിലയിൽ യേശു സോരിൽ അത്തരം വിശ്വാസം കണ്ടെത്താനാകുമെന്ന് ശിഷ്യന്മാർ ആരെങ്കിലും ഒന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. അത് നമുക്കറിയാം. അവരൊന്നും അങ്ങനെ മനസ്സിലാക്കിയില്ല. കാരണം അവളെ പെട്ടെന്ന് പറഞ്ഞു വിടുക, അവളെ ഒഴിവാക്കുക എന്നുള്ള നിലയിലായിരുന്നു അവരോട് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയായിരുന്നു. വിജാതി ഗണത്തിൽ പ്പെട്ടവരായി മശിഹയെ കണ്ടുമുട്ടാൻ ഒരു അവസരവും ഇല്ലാതിരിക്കെ സോർ സീദോനിലെ ഒരു വ്യക്തിയെ തേടി വന്നതുപോലെ നമ്മളെയും കർത്താവ് കണ്ടെത്തിയെന്ന് ആത്മാവിൽ നമുക്ക് കാണാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, നാം ഒരിക്കലും യാദൃശ്യമായോ ഏതെങ്കിലും മുഖാന്തരങ്ങളായോ ഒരു മാതാപിതാക്കളിൽ ജനിച്ചു വളർന്നത് കൊണ്ടോ ഒന്നുമല്ല നാം ക്രിസ്ത്യാനിയായത്, ക്രിസ്തുവിന്റെ മക്കളായത്, അല്ലെങ്കിൽ ക്രിസ്തീയ അവകാശങ്ങളുള്ളവരായി തീർന്നത്, ദൈവമക്കളായി തീർന്നത് ഇതുപോലെ കർത്താവ് വില കൊടുത്ത് നമ്മെ തേടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിനെ ദിനംതോറും കാണുന്ന യഹൂദ മത നേതാക്കന്മാർ യഥാർത്ഥത്തിൽ അവനെ കാണുകയോ അറിയുകയോ ചെയ്തിരുന്നില്ല എന്ന് ഈ അധ്യായത്തിലെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നാം ആരും അങ്ങനെയായി പോകരുത്. ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള ഒരു ഭാവന കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസവും പ്രത്യാശ അതൊക്കെയാണല്ലോ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിയും മഹത്വവും കാണുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാൽ അത്ഭുതപ്പെടുമെന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മൾ എങ്ങനെ അവിടെ എത്താൻ സാധിച്ചു എന്നതായിരിക്കും ഒന്നാമത്തേത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. കാരണം ദൈവത്തിന്റെ ആ വലിയ പരിശുദ്ധി മഹത്വവും അത് കാണുമ്പോൾ എങ്ങനെയാണ് ആ മഹത്വത്തിന്റെ അടുത്തേക്ക്, എങ്ങനെയാണ് ആ പരിശുദ്ധിയുടെ അടുക്കിലേക്ക് നമ്മൾ ഒന്നുമില്ലാതിരുന്നിട്ട് ആ വിശുദ്ധി പ്രാപിച്ച് നാം എത്തുക എന്നുള്ളത്, ആ ഒരു അത്ഭുതം നമുക്കുള്ളത്. അത് വളരെ സത്യമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഗൗരവം പറഞ്ഞ് മുന്നോട്ട് പോയപ്പോഴും കരുണ കാണിച്ച് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി നിത്യതയിൽ എത്തുന്നത് വരെ കൂടെയിരുന്ന് നടത്തിയ ദൈവത്തിന്റെ സ്നേഹം അത് എത്രമാത്രം വലുതെന്ന് നമുക്ക് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പലരും അവിടെ ഇല്ലാത്തതും അതേസമയം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കരുതിയ പലരും അവിടെ ഉണ്ടാകും എന്നതായിരിക്കും അത്. പ്രിയമുള്ളവരെ, ഇത് ഞാൻ എൻ്റെ കേട്ട ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളെയൊക്കെ ഒന്ന് ധ്യാനിപ്പാൻ, അതിന്റെ മധ്യേ ദൈവത്തിന്റെ ആ വലിയ ഉദ്ദേശങ്ങളെ, ഇവിടെ കനാന്യ സ്ത്രീയിൽ ഉണ്ടായിരുന്ന അതേപോലെ ഒരു ഉദ്ദേശം നമ്മളിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിന് മുമ്പിൽ ഭക്തിയോടെ ജീവിപ്പാൻ ഇടവരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.